ഇന്ന് നമ്മൾ ഒരു അടിപൊളി ടെറേറിയമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടെറേറിയം എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയുടെ ഒരു മോഡലാണ്. അതായത് നമ്മളൊരു ഗ്ലാസ് ബൗളിനകത്ത് കുറേ ചെടികളും മണ്ണും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് അത് ഭൂമിയായിട്ട് ആക്ട് ചെയ്യും. കുറേ വർഷക്കാലം അങ്ങനെ ഇരിക്കും. പല ടൈപ്പിലുള്ള ടെറേറിയം ഉണ്ട്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറ്റ് ടെറേറിയമാണ്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ടെറേറിയമാണ്. എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോ കാണാം. സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫുള്ള് വീഡിയോ കാണുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ വീടിനരികത്തുള്ള ഒരു തോടിൻ്റെ സൈഡിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പുല്ല് കിട്ടി. അത് തോടിൻ്റെ അരികത്ത് തന്നെ വളരുന്നതാണ്, അതുകൊണ്ട് നല്ല വെള്ളത്തിൻ്റെ അംശം വേണം തോന്നുന്നു. പിന്നെ ഞാൻ കുറേ പായൽ കളക്ട് ചെയ്തു, നല്ല ഭംഗിയുണ്ട്. ഞാൻ പായലും പെബിൾസും കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് തോടിനരികത്തോട്ട് പോയത്. ഇഷ്ടംപോലെ പായൽ കിട്ടി കേട്ടോ, ആവശ്യം തീരെ എടുത്തു. പക്ഷേ ഇത്രയും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഞാൻ കുറേ പായലങ്ങ് എടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ കുറേ പെബിൾസും കൂടി കളക്ട് ചെയ്യണമെന്ന് ഓർത്തു. പായലും പിന്നെ ഒരു പുല്ലും കിട്ടി കേട്ടോ. ആ പുല്ലിൻ്റെ വെറൈറ്റി നല്ല രസമുണ്ട് കാണാനായിട്ട്, കാരണം വെള്ളത്തിനരികത്ത് വളരുന്നതുകൊണ്ടും പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഇത് ചെയ്യുന്നതൊക്കെ, ഈ ടെറേറിയം വെക്കും. പിന്നീട് ഞാൻ കുറച്ച് പെബിൾസ് കളക്ട് ചെയ്തു. അപ്പം പലതരത്തിലുള്ള പെബിൾസ് കളക്ട് ചെയ്തു. ഒപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള സൈസിൽ ഞാൻ സെലക്ട് ചെയ്തെടുത്തു, കാരണം നമുക്ക് ഏത് തരത്തിൽ ആവശ്യം വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. എന്നിരുന്നാലും ഞാൻ പലതരത്തിലുള്ള പല സൈസിലുള്ളത് കളക്ട് ചെയ്തു കേട്ടോ. അതിനുശേഷം ഞാൻ വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ ഫേൺസ് കണ്ടു. ഏത് സൈസ് വേണേലും സെലക്ട് ചെയ്യാമായിരുന്നു, പക്ഷേ ഞാനൊരു ചെറിയ ഫേൺസ് നമ്മുടെ ഗ്ലാസ് ബൗളിൽ വെക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം ഞാൻ വീടിന് പുറകിൽ നിന്ന് കുറച്ച് പായൽ കളക്ട് ചെയ്തു കേട്ടോ. കൂടെ തന്നെ കുറേ ചെടികളും കരിയും മണലും മണ്ണും ഒക്കെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തു കേട്ടോ. കുറേ വീഡിയോയിൽ എന്താകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എല്ലാം കളക്ട് ചെയ്ത വീഡിയോ എടുക്കാത്തത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എല്ലാം കളക്ട് ചെയ്തു കേട്ടോ. ഗായ്സ്, അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടെറേറിയം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഇത് പെബിൾസാണ്, ആറ്റിൽ നിന്നും പെറുക്കിയ പെബിൾസാണ്. അതുപോലെ തന്നെ ഇത് കരിയാണ്, ഇത് ചകിരിയാണ്, ഇത് മണലാണ്. അതുപോലെ തന്നെ ഇത് മണ്ണും ചാണകവും കൂടി മിക്സ് ചെയ്തത്. പിന്നെ ഇവിടെ ഞാൻ ഗ്ലാസ് ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് എടുത്തിടാൻ വേണ്ടി നീഡിലും ഇതും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ അനിമൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്ത് വെക്കാനായിട്ട്. ഇത് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, ഞാൻ സ്പൂണ് മണ്ണൊക്കെ എടുക്കാൻ വേണ്ടിയാണ്. ആദ്യം തന്നെ നമ്മളൊരു ഗ്ലാസ് ബൗൾ എടുത്തു, അത് ഓപ്പൺ ചെയ്തിട്ട് കരി ഇട്ട് കൊടുത്തു. കരി ഇട്ട് കഴിഞ്ഞ ശേഷം കുറച്ച് ചകിരി ചോറിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചകിരിച്ചോറും മണലും കൂടിയാണ് ഇടേണ്ടത്. അതിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തു. ചകിരിച്ചോറ് അധികമൊന്നും ഇടണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ അതിന് ശേഷം നമ്മൾ മണ്ണാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ മണ്ണ് മിക്സ് ചെയ്തിരിക്കുന്നത് ചാണകവുമായിട്ടാണ്, പിന്നെ കുറച്ച് കരിയിലയുടെ മിശ്രിതവുമായിട്ടാണ്. അപ്പോൾ അടുത്ത് ഇനി അതാണ് ഇടേണ്ടത്. മണ്ണും ചാണകവും കരിയിലയുടെ മിശ്രിതവും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതം അതിട്ട് കൊടുത്തു. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത മണ്ണ് നന്നായിട്ട് സ്പൂൺ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് പ്രസ് ചെയ്ത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നനവുള്ള മണ്ണാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത പക്ഷമാണെങ്കിൽ കുറച്ച് സ്പ്രേ ചെയ്ത ശേഷം ഫിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി നമ്മൾ ഫൈനലായിട്ടുള്ള സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. പെബിൾസ് മേളിൽ അടുക്കി കൊടുക്കുകയാണ്. സ്യൂട്ടബിളായിട്ടുള്ള സൈസിൽ സെലക്ട് ചെയ്തിട്ട് മേളിൽ അടുക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പായൽ വെച്ച് കൊടുക്കുകയാണ്. അത് നമ്മൾ വീടിൻ്റെ പുറകിൽ നിന്നും കളക്ട് ചെയ്ത പായലാണ്. അത് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ചെടികളൊക്കെയാണ് ഇനി വെച്ച് കൊടുക്കേണ്ടത്. അപ്പം ആദ്യം തന്നെ പുല്ല് വെച്ച് കൊടുക്കുക. നമുക്ക് പുൽച്ചെടി നമ്മൾ ആറ്റിൻ്റെ സൈഡിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള പുൽച്ചെടി വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ വീട്ടിൽ നിന്നും കളക്ട് ചെയ്ത ഒരു ചെടിയും പിന്നെ അതുപോലെ തന്നെ ഫേൺസും ഒക്കെ കളക്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത ശേഷം നമുക്ക് പായലും കൂടി ഓരോ വശത്തും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, പായൽ എല്ലാ സ്ഥലത്തും കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഭംഗിക്കുറവുണ്ടാകും. അങ്ങനെ നമ്മൾ ഫുള്ള് പെബിൾസും അതുപോലെ തന്നെ പായലും ഒക്കെ വെച്ച് ഒരു കവറപ്പാക്കി എടുക്കുക.
അങ്ങനെ നമ്മൾ എല്ലാ പായലും എല്ലാ ചെടികളും ഒക്കെ ആഡ് ചെയ്ത് ഒപ്പം തന്നെ സ്റ്റോൺസും നമ്മൾ അതിനകത്ത് പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് വെക്കേണ്ടത് ആനിമലിനെയാണ്. ആനിമലിനെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ വെച്ച് കൊടുക്കാം. ഇവിടെ നമുക്ക് കാണാം ഫൈനലായിട്ടുള്ള നമ്മുടെ ടെറേറിയം. എല്ലാവർക്കും കഴിഞ്ഞു. അപ്പം ഇത് നമുക്ക് ഒരു 7 ദിവസമൊക്കെ വെള്ളം സ്പ്രേ ചെയ്യാതെ വെക്കാൻ പറ്റും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് സ്പ്രേയർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് സക്ക് ചെയ്ത ശേഷം വെള്ളം ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു കറക്റ്റ് ഭൂമിയുടെ ഇഫക്റ്റ് നമുക്ക് തരുന്നതായിരിക്കും. ഭൂമി എങ്ങനെയാണോ ചെടിക്ക് ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്തുന്നത് അതേപോലെ തന്നെ ഒരു ടെറേറിയം ആക്ട് ചെയ്യും. അതിനകത്ത് തന്നെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും, റിയാക്ഷൻസ് നടക്കും, ചെടികളൊക്കെ വളരും. അപ്പം അതിനകത്ത് തന്നെ നമുക്ക് 2-ാം ദിവസമൊക്കെ കാണുമ്പോൾ ഒരു നീരാവി പോലെയൊക്കെ കാണാൻ പറ്റും. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഇത് ഫുള്ളൊരു ഇഫക്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളുണ്ടാക്കിയത് ക്ലോസ്ഡ് വെറ്റ് ടെറേറിയമാണ്. പിന്നെ നമുക്ക് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്താണ് വെക്കുന്നത്. ഞാനിപ്പോൾ നനച്ചൊക്കെ കൊടുത്തു. ഗായ്സ്, അങ്ങനെ നമ്മൾ ടെറേറിയം ഉണ്ടാക്കി കഴിഞ്ഞു. ഇതെൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം നമുക്ക് ഉപയോഗിക്കാം. ആകപ്പാടെ ഞാൻ ഈ ബോട്ടിൽ മാത്രം വാങ്ങാനായിട്ടാണ് എക്സ്ട്രാ എൻ്റെ കയ്യിൽ എമൗണ്ട് ആയത്. ബാക്കിയെല്ലാം ഇവിടെ അടുത്തുള്ള സാധനങ്ങളും ഒക്കെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ് ഞാൻ വെച്ചിട്ടുണ്ടാക്കിയത്. ഇതെന്ന് പറയുന്നത് നമ്മളൊരു ലൈറ്റായിട്ട് ഷെയ്ഡ് കൊള്ളിക്കണം. അപ്പോൾ നമ്മുടെ ജനൽ കൂടി വരുന്ന സൺലൈറ്റ് കൊള്ളുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ടെറേറിയം ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്നുണ്ടാക്കിയത് ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സൺലൈറ്റ് ചെറുതായിട്ട് അടിക്കണം. ഞാനിപ്പം ലൈറ്റായിട്ട് വെള്ളം നനച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തന്നെ നനച്ചാൽ മതിയായിരിക്കും. ഏകദേശം ഒരു 6 ദിവസം കഴിഞ്ഞിട്ട് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെയും എന്താ പറയുക, ഒരു 6 ദിവസം കഴിഞ്ഞ് പിന്നെയും നനച്ചു കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടെറേറിയമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇത് ചെറുതായിട്ട് സൂര്യപ്രകാശം കൊള്ളിച്ചില്ല എങ്കിൽ ചെടികൾക്ക് വളരാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു ഭൂമിയായിട്ട് ആക്ട് ചെയ്യും. ഇതിനകത്ത് തന്നെ ഓക്സിജനും ഉണ്ടാകും, ഇതിനകത്ത് തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. അപ്പം ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. നല്ലൊരു ടെറേറിയമാണ് നമ്മൾ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ച് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഒരു നല്ലൊരു ടെറേറിയം ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് എടുത്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് എനിക്കത് ഇൻസ്പിറേഷനാണ്. പലരും ഇപ്പം യൂട്യൂബിൽ വീഡിയോ കണ്ട ശേഷം എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇങ്ങനത്തെ രീതിയിൽ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെയൊക്കെ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ ചിലർക്കൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർ സപ്പോർട്ടിംഗ് ആണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഒരു മോട്ടിവേഷനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പം എൻ്റെ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ഇൻഫർമേറ്റീവ് ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.